ഇന്ന് രാവിലെ പത്തില തോരൻ ഉണ്ടാക്കിയാലോ എന്ന് മിയക്കുട്ടിയോട് ചോദിച്ചു. ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് എൻ്റെ കൂടെ കൂടി. ഞങ്ങളൊരു ചെറിയ കുട്ടയും എടുത്ത് പത്തില ശേഖരിക്കാൻ ഇറങ്ങി. പോകുന്ന വഴി കാണുന്ന ഇലകളും കായ്കളും എന്തെല്ലാമാണെന്ന് അവൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. മുന്നേ അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള ചെടികൾ ചിലത് അവൾക്ക് ഓർമ്മയുണ്ട്. അത് അതുതന്നെയല്ലേ എന്നിടയ്ക്ക് എന്നോട് ചോദിച്ചു. ഈ കാട്ടിലൊക്കെ കയറി പോകുന്ന എന്നെ കണ്ടിട്ട് അമ്മയെ പാമ്പുണ്ടാവും എന്ന് പറഞ്ഞ് അവൾ ആകെ ആദി പിടിച്ചു. അങ്ങനെ അമ്മമ്മയുടെ വീട് വരെ എത്തി. അമ്മമ്മ ഞങ്ങളുടെ കൂടെ കൂടി. അമ്മമ്മയും മിയക്കുട്ടിയും കൂടി കുറേ ഇലകൾ ശേഖരിച്ചു. പത്തില എന്താണെന്ന് പോലും അറിയില്ലാതെ വളരെ സന്തോഷത്തിൽ പത്തിലത്തോരൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് മിയക്കുട്ടി കുട്ടയും കൊണ്ട് നടക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല, എനിക്കിതുപോലുള്ള പരമ്പരാഗത കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ വലിയ ഇഷ്ടമാണ്. എൻ്റെ മുത്തശ്ശിക്കറിയാവുന്ന പല കാര്യങ്ങളും ഇന്ന് എനിക്കറിയില്ല. ഇനി നാളെ എനിക്കറിയാവുന്ന പല കാര്യങ്ങളും മിയക്കുട്ടിയുടെ തലമുറക്ക് അറിയണമെന്നുമില്ല. യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമല്ലേ നമ്മുടെ പുതുതലമുറയിലേക്ക് ഈ അറിവുകൾ പകർന്നു കൊടുക്കുക എന്നുള്ളത്. അല്ലാത്ത പക്ഷം ഈ അമൂല്യമായ അറിവുകൾ എവിടെയോ നഷ്ടപ്പെട്ടു പോവുകയല്ലേ ചെയ്യുക. വരൂ, ഞങ്ങൾ എങ്ങനെയാ പത്തിലത്തോരൻ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഇത് ഏതലയാന്ന് മിയക്കുട്ടിക്ക് അറിയാവോ? മിടുക്കി. ഇതോ? ഇത് പിന്നെ അറിയില്ല. വേലിച്ചീര എന്ന് പറയും കേട്ടോ. വേലിച്ചീര. ഇതറിയാവോ? ഇതാണ് ആനച്ചൊറിയണം. ഇത് നമ്മുടെ കയ്യിൽ മുട്ടിയാൽ വല്ലാണ്ട് ചൊറിയും. ഇത് തകരയില. ഇതിലൊരു മഞ്ഞപ്പൂ ഉണ്ടാവേ. ഇത് തഴുതാമ. നമ്മൾ മരുന്ന് കഞ്ഞിക്കും പറിച്ചിട്ടുണ്ട് തഴുതാമ. ഇത് മത്തനില. ഇതൊരു തരം ചീരയാണേ. ഇത് കുമ്പളത്തിൻ്റെ ഇല, കുമ്പളങ്ങ ഉണ്ടാകുന്ന ചെടിയുടെ ഇല. ഇതൊരു തരം ചീരയാണ്, സാമ്പാർ ചീര. ഇത് കോവലിൻ്റെ ഇല കണ്ടിട്ടില്ലേ? കോവക്കയുടെ ചെടിയുടെ ഇല. ഇതെന്താണെന്നറിയാവോ? ഇത് മിയക്കുട്ടിക്ക് അറിയില്ല. കൊഴുപ്പച്ചീര. ഇത് പച്ചച്ചീര. പത്തില ഇന്നത് തന്നെ വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇനി 10 ഇല കിട്ടിയില്ല എന്ന് പറഞ്ഞ് ആരും ഇത് ഉണ്ടാക്കാതിരിക്കണ്ട. കിട്ടിയ ഇലകളെല്ലാം വെച്ച് നല്ലൊരു തോരൻ ഉണ്ടാക്കിയെടുക്കാം. പേരിനോട് നീതി പുലർത്തി ഇതിൽ 10 എണ്ണമേ ഞാനിന്ന് തോരൻ വയ്ക്കാൻ എടുക്കുന്നുള്ളൂ. ഇലകൾ പരിചയപ്പെടുത്തിയപ്പോൾ കാണിച്ച ആനച്ചൊറിയെണ്ണം നന്നായി സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. തൊട്ടാൽ വല്ലാതെ ചൊറിയും. അത് ചൂടുവെള്ളത്തിൽ ഇട്ടതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. സാധാരണ ഒരു തോരന് ആവശ്യമായ ചേരുവകൾ മാത്രം മതി ഇതിനും. തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം, ചുമന്നുള്ളി, ഉപ്പ്, മുളക് എന്നിവ നന്നായി ഒതുക്കിയെടുക്കുക. കടുക് പൊട്ടിച്ച് ഇലകൾ നന്നായി ഇളക്കി അല്പസമയം വേകാൻ അനുവദിക്കുക. 2-3 തവണ ഇളക്കി പൊത്തിവെച്ച് വേവിക്കുക. അരിഞ്ഞു വെച്ചപ്പോൾ ഒരുപാടുണ്ടായിരുന്ന ഇലകളെല്ലാം ആവി കയറിയപ്പോൾ നന്നായി ഒതുങ്ങിയിരിക്കുന്നു. വല്ലപ്പോഴും ഇതുപോലെ ഉണ്ടാക്കിയാലല്ലേ നമ്മുടെ മക്കൾക്ക് ഈ പത്തിലത്തോരനും അതിൻ്റെ പ്രാധാന്യമൊക്കെ മനസ്സിലാവുകയുള്ളൂ. സമയം കിട്ടുമ്പോൾ പത്തില കിട്ടിയില്ലെങ്കിലും ഉള്ളത് വെച്ചൊന്നുണ്ടാക്കി നോക്കൂ. രുചിയിൽ മാത്രമല്ല ഗുണത്തിലും മുന്നിൽ നിൽക്കുന്ന നമ്മുടെ പത്തിലത്തോരൻ റെഡിയായിരിക്കുന്നു. പലതരം ഇലകൾ ചേർത്തിട്ടുണ്ടെങ്കിലും ഒരു ഇലയുടെയും രുചി മുന്നിട്ട് നിൽക്കുന്നില്ല. പ്രത്യേകിച്ച് തകര പോലെ മത്ത് മണമുള്ള ഇലകൾ. കർക്കിടകക്കഞ്ഞി പോലെയല്ല. പത്തിലത്തോരൻ കൊടുത്തപ്പോൾ മിയക്കുട്ടിക്ക് വളരെ ഇഷ്ടമായി. എരിശ്ശേരി വേണ്ട, പത്തിലത്തോരൻ മാത്രം മതി ചോറുണ്ണാൻ എന്ന് പറഞ്ഞ് തോരൻ മാത്രം വാരിക്കഴിക്കുകയാണ് കക്ഷി. പത്തില തോരൻ കഴിച്ചാൽ ബുദ്ധി വരും എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
പല ആഹാരങ്ങളും കൊടുക്കുമ്പോൾ ഞങ്ങളങ്ങനെ പറയാറുണ്ട്. അവൾ അതുതന്നെ റിപ്പീറ്റ് ചെയ്യാണ്.